നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 21, 22 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 20 വൈകിട്ട് 6:35 PM മുതൽ ഓഗസ്റ്റ് 23 വെളുപ്പിന് 12:16 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 21 വെളുപ്പിന് 1:27 AM ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പ്രത്യേകം ചെയ്തിരുന്നു. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഈ ചന്ദ്രൻ സ്വക്ഷേത്രമായതുകൊണ്ട് പൊതുവെ ഈ 12 രാശിക്കാർക്കും ചെറുതായിട്ടും വലുതായിട്ടുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും. ദോഷാധിക്യമുള്ളവർക്ക് ദോഷാധിക്യത്തിൽ ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അതുപോലെ തന്നെ നല്ല സ്ഥാനത്ത് വരുന്നവർക്ക്, ചന്ദ്രൻ നല്ല സ്ഥാനത്ത് വരുന്നവർക്ക് നേട്ടം അല്പം കൂടിയിരിക്കുകയും ചെയ്യും. ഓക്കെ. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടിരിക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവം രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനമായിട്ടും ഇടവം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 5 ഗ്രഹങ്ങൾ നിൽപ്പുണ്ട്. എങ്കിലും ഇവിടെ ശനിയും വ്യാഴവും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, സാങ്കേതിക രംഗത്ത് മേന്മകൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വ, വ്യാഴം, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഒക്കെ അനുഭവവേദ്യമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം അനുഭവപ്പെടും.
ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം ആയില്യം. കർക്കിടകം രാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രമാണ്. ഇത് ഇവിടെ അനുകൂലമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ചൊവ്വ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ശുക്രനും ജന്മത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു. അത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിൽ തന്നെ 2 ശുഭഗ്രഹങ്ങളാണ്. സർപ്പം മാത്രമാണ് അല്പം പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിൽ സർപ്പമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. എങ്കിലും എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഇവരുടെ കുറച്ച് കാലമായിട്ട് തുടരുന്ന ഈ അല്പം ദോഷാധിക്യമുള്ള ആ കാലം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നല്ല രീതിയിലൊക്കെ വരാൻ സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച കാണുന്നു. പൊതുവെ കർക്കിടകം രാശിക്ക് ദോഷാധിക്യമൊക്കെ കുറഞ്ഞ് ഒരു സാധാരണ രീതിയിലേക്ക് കർക്കിടകം രാശി വരികയാണ്. ഇനി അത് തുടരാനാണ് സാധ്യത. ഓക്കെ, ഇനി ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ, ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ, അതുപോലെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവന്, അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട്. അതിൻ്റെ ഒരു ദൈവാധീനം ഉണ്ട്. എങ്കിലും 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷാധിക്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ക്ഷേത്ര ദർശനം നിർബന്ധമാക്കാം. ഈശ്വര ഭജനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളത് ഇവർക്ക് മറികടക്കാൻ പറ്റും. ദൈവാധീനമുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവൊക്കെ വരും. എങ്കിലും പൊതുവെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ചിങ്ങം രാശിക്ക് 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നു നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഉണ്ടാവും. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയാണ്. പിന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്.
ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് ശുക്രൻ മാറിയത് അനുകൂലമല്ലാതെ ആണ്. അത്യാവശ്യം ധനവരവിനൊക്കെ ഇച്ചിരി തടസ്സമൊക്കെ വരാൻ സാധ്യതയുണ്ട്. 10ാം ഭാവത്തിലേക്ക് ശുക്രൻ രാശി മാറുന്നു. ഓഗസ്റ്റ് 21 വെളുപ്പിന് 1:27 AM. ഓക്കെ, അത് സെപ്റ്റംബർ 14 വരെ കാണും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ബാക്കി 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. കർക്കിടക മാസവും ചിങ്ങമാസവും സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഭൗതിക സുഖങ്ങൾ, പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. അങ്ങനെ എല്ലാം കൊണ്ടും തുലാം രാശിക്ക് ഇപ്പോൾ ഇവിടെ 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചന്ദ്രൻ ഇപ്പോൾ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങം രാശിയിലേക്ക് വരും. അതും ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസം ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതിനുശേഷം ചന്ദ്രൻ അനുകൂലമല്ലാതാവും. അപ്പോൾ 6 ഗ്രഹങ്ങളായിട്ട് കുറയും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21, 22, 23, 24ഓളം ഈ 4 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 21, 22 മാത്രമല്ല, 23, 24 ഒക്കെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശുക്രൻ ഇപ്പോൾ പ്രതികൂലമാണ് അതായത് ഈ ഓഗസ്റ്റ് 21 വെളുപ്പിന് 1:27 AM. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഇവ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ, നേട്ടങ്ങൾ. പിന്നെ വ്യാഴം മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയോടൊപ്പം ചന്ദ്രനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, പിന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വിവിധ സ്രോതസ്സിൽ നിന്ന് ഇവർക്ക് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ദാമ്പത്യ വിജയം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. സർവകാര്യ വിജയം,
അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് പൊതുവെ ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ശുക്രൻ മാറിയത് അനുകൂലമല്ല. പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ശുഭഗ്രഹമായ ശുക്രൻ വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. എങ്കിലും ഇവർക്ക് സർപ്പം, ശനി, ചൊവ്വ ഇവ പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചൊവ്വ. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായ സംഭവങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്തിരട്ടാതി, രേവതി. ഇവർക്ക് ജന്മശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ വിജയമുണ്ടാവും. കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഈശ്വര ഭജനം എല്ലാവരും ചെയ്യുക. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ, ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ 21, 22 തീയതികളിൽ 4:44 AM മുതൽ രാവിലെ 5:32 AM വരെയാണ് 21, 22 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അത് നിർബന്ധമാണ്. നേട്ടങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് ഒരു 5 മണിക്കെങ്കിലും നമുക്ക് വിളക്ക് 5-5:15 നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള സമയത്താണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിന് ഒരു കുറവുണ്ടാവും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. അതിനാണ് പരമാവധി നേട്ടം നമുക്ക് നേടാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അഭിജിത്ത് മുഹൂർത്തം 21, 22 തീയതികളിൽ ഉച്ചയ്ക്ക് 12:05 PM മുതൽ 12:54 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 21, 22 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 21-ാം തീയതി ഉച്ചയ്ക്ക് 2:02 PM മുതൽ ഉച്ചയ്ക്ക് 3:34 PM വരെയാണ് 21-ാം തീയതി രാഹുകാലം. 22-ാം തീയതി 10:57 AM മുതൽ 12:29 PM വരെയാണ് 22-ാം തീയതി രാഹുകാലം. രാഹുകാലത്തിൽ നമ്മൾ യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 21-8-2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 3, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 5198, 5193
തുടങ്ങിയ നമ്പറുകൾ ശ്രദ്ധിക്കുക. അതിൻ്റെ വിവിധ കോമ്പിനേഷൻസിന് സാധ്യതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരത്തിപ്പിടിച്ച് ഈ 518ൻ്റെ പല കോമ്പിനേഷൻസ് വന്നിരുന്നു. ചെറിയ സമ്മാനങ്ങൾക്ക് മാത്രമല്ല, ഒന്നാം സമ്മാനത്തിൽ ഈയിടെ ഇന്നലെ മെനഞ്ഞാന്ന് വാങ്ങാണ്ട് ഒരു കോമ്പിനേഷൻ ഒന്നാം സമ്മാനത്തിന് 1 കോടിക്ക് വന്നിരുന്നു. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 22/8/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ പറയാം. 21-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 22-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ ഡിസൈനുകൾ ഉള്ള ഈ നിറത്തിൽ ഉള്ള ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.